വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി നൂൽപുട്ട് ബിരിയാണി. ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം, ഈ നൂൽപുട്ട് ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഇത് കഴിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്നിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിത് പറഞ്ഞ് നിങ്ങളിനി കൂടുതൽ കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ, നൂൽപുട്ട് ബിരിയാണി. നൂൽപുട്ട് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും കുനുകുനാന്നരിഞ്ഞ പച്ചമുളക് 2 അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എട്ട് ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു മുഴുവൻ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമണം മാറുന്നവരെ. പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്ത തക്കാളി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിത് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇത് ചിക്കനൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രേവിയുടെ ആവശ്യമില്ല. ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കില്ല, ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മളൊരു മസാല കൂട്ടുണ്ടാക്കില്ല, അപ്പോൾ അതേപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതാ ഗ്രേവിയൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നൂൽപുട്ട് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കാം. ഇനി നൂൽപുട്ട് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ, സേവനാഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൂൽപുട്ട് നമുക്ക് ആവി കയറ്റി വേവിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അതിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട്, ഇങ്ങനത്തെ ഒരു തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ്റെ മസാലക്കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ നൂൽപുട്ടിൻ്റെ അച്ചുകൊണ്ട് നമ്മളിങ്ങനെ നൂൽപുട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ. ഇനി നമുക്കിത് നല്ല ആവിയിൽ വേവിച്ചങ്ങോട്ട് എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇത് നൂൽപുട്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഓൾറെഡി നമ്മുടെ ചിക്കൻ കുക്ക്ഡാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പിന്നെ ആവി കയറ്റിയാണ് ചിക്കനിലേക്ക്. അപ്പോൾ ആ ചിക്കൻ കുറച്ചും കൂടി ജ്യൂസി ടെക്സ്ചറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും ഈ നൂൽപുട്ടും പിന്നെ ആ മസാലയും കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇനിയൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കഴിഞ്ഞില്ല, നിങ്ങളിത് കഴിഞ്ഞു തന്നെ ഓടിപ്പോകണ്ട, ഇനിയൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ. നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് വേണം ഇത് കഴിക്കാൻ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പം സാധാരണ നമ്മൾ നൂൽപുട്ടും തേങ്ങാപ്പാലും ആ ഒരു കോംബോ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നൂൽപുട്ടും തേങ്ങാപ്പാലും പിന്നെ ചിക്കനും ആ ഒരു മസാലയും കൂട്ടിയിട്ടുള്ളൊരു കോംബോ ആണ് ഈ നൂൽപുട്ട് ബിരിയാണി എന്ന് പറയുന്നത്. സിമ്പിളല്ലേ തയ്യാറാക്കാൻ? അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, കാരണം ഇതൊരു വെറൈറ്റി ഒരു ഡിഷാണ്, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കോംബോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു നൂൽപുട്ട് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.